ഹലോ, ഇന്നത്തെ ഡിന്നറിൻ്റെ അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ പുറത്ത് പോകുന്നതിന് മുന്നേ തന്നെ നിരപ്പരയുടെ ഇൻസ്റ്റൻറ്റ് മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇവിടുത്തെ തണുപ്പുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അപ്പത്തിൻ്റെ മാവ് ഒട്ടും തന്നെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഞാൻ എന്തായാലും മുട്ട വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. വേറൊരു കുക്കറിൽ ഞാൻ റൈസും കൂടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സവോള ഞാൻ വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അശ്വനും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് സ്പൈസസും ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം സവോള നീളത്തിൽ മുറിച്ചത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി വേറെ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മുടെ മുട്ട ഉണ്ടല്ലോ, മുട്ട അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആണെങ്കിൽ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി വേണം, കുറച്ച് മല്ലിപ്പൊടി. ഞാൻ ഇത്തവണ എവറസ്റ്റിൻ്റെ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുകയാണ്. ശേഷം നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്ത് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ദം ചെയ്യാണ്. വേറൊരു പാത്രത്തിൽ അടിവശത്ത് കുറച്ച് മസാലയും അതിന് മുകളിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും ബാക്കി മസാല ഇട്ടിട്ട് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഫ്രൈഡ് ഓണിയൻസും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡിയായി. ഇതിപ്പോൾ രാത്രി ഇങ്ങനെയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെയാണ് ശീലിപ്പിച്ചത്. ഇതൊരു മോശം സ്വഭാവമാണ് കേട്ടോ. ബൈ ബൈ.